കരണ ഒന്നെടുത്തു. അല്ലേ വേണ്ട, ഞാൻ തരാം. ഇത് അത്ഭുതമാണല്ലോ. വലിയ രുചിയില്ല അല്ലേ? അല്ലെങ്കിൽ ഒരാൾക്കും കൊടുക്കത്തില്ലല്ലോ. കരണനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ടെന്നേ. പിന്നെ ദേ, കാശ് കടം ചോദിക്കാനാണെങ്കിൽ എൻ്റെ കയ്യിലില്ല കേട്ടോ. കാശൊന്നും വേണ്ട. കരണൻ ഇന്ന് പേപ്പർ വായിച്ചോ? ഞാനെന്നും വായിക്കാറുണ്ട്. ഞാൻ കുറെ മാസങ്ങൾക്ക് ശേഷം എന്നാ വായിക്കുന്നേ. ഞെട്ടിപ്പോയെന്നേ. അക്ഷരം കണ്ടിട്ടാ? വാർത്ത കണ്ടിട്ട്. എവിടെയെങ്കിലും തീറ്റ മത്സരം ക്യാൻസൽ ചെയ്തു? അതല്ല. അല്ലെങ്കിൽ ഹോട്ടലിന്റെ പരസ്യം? ബുദ്ധിപരമായ കാര്യകരണ. വെറുതെ തമാശ പറയല്ലേ. സത്യം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കുറെ പേര് ചെന്ന് ബലാത്സംഗം ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കിയിരിക്കാന്ന് പറഞ്ഞ എന്താ ബലാത്സംഗത്തിന് പോണോ? അതല്ല, സ്ത്രീകളെ സാമൂഹ്യ ദ്രോഹികളിൽ നിന്ന് രക്ഷിക്കാനാ എന്റെ ഉദ്ദേശം. അല്ലേ പിന്നെ ഈ കരുത്തുകൊണ്ട് എന്താ കാര്യം? നല്ല കാര്യം. എങ്ങനെയാ പ്ലാൻ? ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ അനുരാധ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ കുട്ടി നേരിടുന്നു. ഒറ്റയ്ക്കുള്ള യാത്ര. അവൾ ഇതുപോലെ ആരെങ്കിലും ബലാത്സംഗം ചെയ്താലോ? വാർത്ത വായിച്ച നിമിഷം മുതൽ ഞാൻ അതാ ആലോചിക്കുന്നേ. അവളെ സംരക്ഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. കരുണ, സാമൂഹ്യ ദ്രോഹികൾക്ക് പിച്ച് ചിന്താൻ അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇനി മുതൽ അവളെ എവിടെ പോയാലും ഞാൻ പുറകെ ഉണ്ടാവും. അപ്പൊ വന്ന് കരുണ സംശയിക്കുന്ന ശരിയാണ്. ഒരു പെണ്ണിന്റെ പുറകെ വെറുതെ ഒരു പുരുഷൻ നടന്ന അപവാദം ഉണ്ടാവും. അതെ. പക്ഷേ അധികാരത്തോടെ നടന്നാൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അവളെ ആരും ബലാത്കാരം ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ത്യാഗം ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. കരുണ, ഞാൻ അവളെ കെട്ടിക്കൊള്ളാം. എന്ത് ബ്രഹ്മചര്യം മതിയാക്കിയോ? ഇത്രയും കാലം ബ്രഹ്മചാരി ആയല്ലോ, ഇനി ഒരു ചേഞ്ചൊക്കെ ആവാം. ഈ സന്തോഷ വാർത്ത കരുണ തന്നെ അമ്മയൊന്ന് അറിയിക്കണം. അറിയിക്കാം. പിന്നെ കരുണൻ തന്നെ അമ്മയോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എനിക്ക് നാണമാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലേ? അല്ല, സംരക്ഷിക്കാനുള്ള തീരുമാനം അനുരാധ അറിഞ്ഞു? ഇല്ലെന്നേ. പലപ്പോഴും അവളുടെ കണ്ണിലൊരു മാറ്റം ഞാൻ കാണാറുണ്ട്. ചെങ്കണ്ണാണോ? അല്ല, ഒരു യാചന. രക്ഷിക്കൂ ഭീമേട്ട എന്നൊരു വിലാപം. ഞാനത് തിരിച്ചറിഞ്ഞു. മുടിഞ്ഞ പ്രേമമാ അല്ലേ? ഇതിനെ അങ്ങനെയാണോ പറയാ? ഞങ്ങൾ തമ്മിൽ ചേർച്ച ഉണ്ടോ കരുണ? പിന്നെ ആ കുട്ടി ഒരു നുള്ളേ കഴിക്കൂ. അപ്പൊ ബാക്കി മുഴുവൻ അടിച്ചു കയറ്റാമല്ലോ. അതിൽ കൂടുതൽ എന്ത് ചേർച്ചയാ വേണ്ടത്? കരുണ വിചാരിച്ച കാര്യം നടക്കും. ആദ്യം അമ്മയെ പറഞ്ഞ് കരുണ സമ്മതിപ്പിക്കണം. പിന്നെ അനുരാധെ. സാമൂഹ്യദ്രോഹികളുടെ കാര്യം അവളോട് പ്രത്യേകിച്ച് പറയണം. വരട്ടെ കരുണ? ഇല്ലേ വേണ്ട. അപ്പോ താപസന്മാരിളകി. ഇതാ പെണ്ണിന്റെ ശക്തി. നീ എന്താ അർജുന ഈ പറയുന്നത്? ഒരു യോദ്ധാവിന് വേണ്ട ശരീരത്തിന്റെ കരുത്തല്ലേ? വിവാഹം കഴിഞ്ഞാൽ നഷ്ടപ്പെടുമെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഏട്ടനും തിരുത്തിയില്ലേ? എടാ, എന്നെ പോലെയാണോ നീ? പൊതുപ്രവർത്തകന് കുടുംബം അനിവാര്യമാണ്. വ്യക്തിയെ നന്നാക്കി കുടുംബം നന്നാക്കിയതിന് ശേഷമേ സമൂഹം നന്നാക്കാവൂ. ഏട്ടൻ എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര ബലം പിടിക്കുന്നത്? ഭീമേട്ടനും തീരുമാനം മാറ്റിയല്ലോ. ഭീമന് തീരുമാനിച്ചോ? ഞങ്ങൾക്ക് ഏട്ടനെ അനുസരിച്ചല്ലേ ശീലം. ഇത് കേൾക്കുമ്പോ അമ്മയ്ക്ക് വലിയ സന്തോഷാവും ഇല്ലേ ഏട്ടാ? അല്ലടാ, ഭീമൻ ഞാൻ തീരുമാനം മാറ്റിയത് കൊണ്ടാണ് തീരുമാനം മാറ്റിയത്, അല്ലാതെ അവന്റെ മനസ്സിൽ ആരുമില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആട്ടെ, ഏട്ടന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അർജുന, ഒരാൾക്കൊരു മാറ്റം വരണമെങ്കിൽ അതിനൊരു കാരണം വേണം. ഞാനൊരു വിവാഹം കഴിക്കുമ്പോ അത് നിങ്ങൾക്കൊക്കെ ഏടത്തിന്ന് വിളിക്കാൻ യോഗ്യതയുള്ള ഒരാളാവണം. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഏട്ടാ, അതെ, ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഏട്ടന്റെ അനുജത്തി ഒരുപാട് കഴിവുള്ളവളായിരിക്കും. അർജുന, ഏതായാലും നീ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. നിനക്ക്
പറ്റൊരു പെണ്ണിനെ ഏട്ടൻ കണ്ടുപിടിച്ചു തരും. അതിനു മുമ്പ് നീ തീരുമാനമൊന്നും എടുക്കരുത്. ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നിയാ ആ നിമിഷം നീ ഏട്ടനോട് തുറന്നു പറയണം. നിങ്ങൾ വഴിതെറ്റിപ്പോയാ ഏട്ടന് സൈക്കിളടാ. പറയാട്ടാ, അധികം വൈകാതെ പറയാം. അർജുന, ഇങ്ങ് വന്നേടാ. എന്താ? ഭൂമിയില് നമ്മൾ പല കാഴ്ചകളും കാണും. പ്രായവും സ്ഥാനവും നോക്കാതെ ഒരു തീരുമാനം എടുക്കരുത്. ശരിയേട്ടാ. അർജുന, ഇങ്ങ് വന്നേടാ. എന്താ ഏട്ടന്? ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോ കൃത്യമായിട്ട് അറിയിക്കാം. അപ്പൊ ഞെട്ടരുത്. തേണ്ടികള്, ഞാൻ ശബ്ദത്തിൽ നിന്ന് മാറിയാലും യുവമാർക്കത് പാലിച്ചൂടെ? വെറുതെ എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? തേണ്ടികള്. മനസ്സിൽ ലഡ്ഡു പൊട്ടി തുടങ്ങിയപ്പോ പടപടാതെ 5 എണ്ണം പൊട്ടി. അല്ലേ ടീച്ചറെ? എന്നാലും എന്തൊരു അതിശയവാ, 5 പേർക്ക് നാളെ തന്നെ കല്യാണം വേണോന്ന്. ഇത് അനുരാധയുടെ മിടുക്ക് തന്നെ, സംശയമൊന്നും വേണ്ട. മാറ്റം വരുത്തി കാണിച്ചു തരാന്ന് അവള് പറഞ്ഞപ്പം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്റെ ടീച്ചറെ, മഹാബുദ്ധിമാന്മാരായ മഹർഷിമാരെ ഒറ്റ നിമിഷം കൊണ്ട് ഒരു പെണ്ണ് വഴിധരിച്ചിട്ടില്ലേ? ദേ, അവളെക്കുറിച്ച് അനാവശ്യം ഒന്നും പറയണ്ട. അനാവശ്യമല്ല, യാഥാർത്ഥ്യം. ആരെയാ കല്യാണം കഴിക്കേണ്ടതെന്ന് 5 പേരോട് ചോദിച്ചു നോക്കിയേ. എല്ലാവർക്കും വേണ്ടത് അനുരാധയെ തന്നെയാ. അവന്മാര് പറഞ്ഞോ അങ്ങനെ? പറഞ്ഞു. അനുരാധയുടെ കഴിവുകൾ അറിഞ്ഞപ്പോ എല്ലാവരും തലകുത്തി വീണു. ഇനി പാഞ്ചാലിയാക്കാമെന്ന് പറയുമോന്നാ എന്റെ പേടി. അവൾക്കാരോടെങ്കിലും ഇഷ്ടമുണ്ടോടാ? സാധ്യതയില്ല. അനുരാധയുടെ ലെവൽ അതല്ലല്ലോ. പിന്നെ ഒരാളോട് ഇഷ്ടം തോന്നിയാലും അത് നടത്താതിരിക്കുന്നതാ നല്ലത്. ഒരെണ്ണത്തിനെ കെട്ടിയ 4 നിരാശാ കാമുകന്മാരല്ലേ അതേ വീട്ടിൽ പാട്ടും പാടി നടക്കുന്നത്. എന്താ? അല്ല, ഞങ്ങള് ഞാൻ കേട്ടു ആന്റി. ഇപ്പം നമ്മുടെ ആവശ്യം അവര് മാറുക എന്നുള്ളതാ. അവരുടെ പെൺവിരോധം മാറി. ഇനി പണിയെടുപ്പിക്കണം. വൈകാതെ അത് സംഭവിക്കും. അതുവരെ സംഭവിക്കുന്നതൊക്കെ നല്ലൊരു തമാശയായിട്ട് ആന്റി കാണണം. അല്ല മോളെ, അവര് മക്കൾ തമ്മിലായാലും ഒരു മത്സര ബുദ്ധി നല്ലതാ. അതില്ലാത്തതാ ഇത്രയും കാലം കുഴപ്പമായത്. ഇനി മത്സരിച്ചുകൊണ്ട് വളരും. നോക്കിക്കോ. എന്നാലും എന്നെ ഇങ്ങനെ സംശയിച്ചല്ലോ. ഭർത്താവ് മരിച്ച ഒരു പെണ്ണെന്ന് പറയുമ്പോ ആർക്കും എന്തും പറയാലോ. ഇട്ടിച്ചിന്റെ മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടവിചാരം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കുവോ? മുണ്ടെടുത്ത മനുഷ്യൻ പാന്റ് ഇട്ടു, മുടി കറുപ്പിച്ചു. ഇതൊക്കെ എന്നെ കണ്ടിട്ടാന്ന് ഞാൻ അറിഞ്ഞോ? കാണുന്ന പുരുഷന്മാരെല്ലാം എന്റെ പിന്നാലെ നടക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ദൈവം തന്ന സൗന്ദര്യം മനുഷ്യർക്ക് തൂത്തു തുറച്ച് കളയാൻ പറ്റുമോ? എന്നെ സംശയിച്ച ഞാൻ അങ്ങ് ചത്തുകളയും. നോക്കിക്കോ.